أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. صدق الله العلي العظيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്ത് യാസീൻ 13, 14, 15 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. ഈ ആയത്തുകളുടെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച സംഗതി, സത്യം വളരെ വ്യക്തമായി മനസ്സിലായിട്ടും അതിൽ വിശ്വസിക്കാത്ത ആളുകളെക്കുറിച്ച്, അവരുടെ പിന്നിലും അവരുടെ മുന്നിലുമൊക്കെ അല്ലാഹു മതിലുകൾ സൃഷ്ടിച്ചിരിക്കുന്നു, ബ്ലോക്കുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ വിശ്വസിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ നമ്മൾ ഇനിയുള്ള ആയത്തുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുന്നവരുടെ മുന്നിലല്ല, അല്ലെങ്കിൽ സത്യം ഇതുവരെ കേൾക്കാത്ത ആളുകളുടെ മുന്നിലല്ല അത്തരം തടസ്സങ്ങൾ വലിച്ചിടുക. മറിച്ച് വളരെ വ്യക്തമായി സത്യം മനസ്സിലായതിനു ശേഷവും അതിനെ നിഷേധിക്കുന്ന ആളുകളുടെ മുന്നിലാണ് അത്തരം തടസ്സങ്ങൾ വലിച്ചിടുക. അതിനുള്ള തെളിവ് ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. സത്യം അവരുടെ മുമ്പിൽ വളരെ വ്യക്തമായി പുലർന്നിരിക്കുന്നു, എന്നിട്ടും അവർ നിഷേധിച്ചു. അതുകൊണ്ടാണ് അവരുടെ മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് അല്ലാഹു തടസ്സങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അവർ ആ ശിക്ഷയ്ക്ക് അർഹരായത്. അവർ കൂടുതലൊന്നും ചിന്തിക്കാൻ മെനക്കെടാതിരുന്നപ്പോൾ, അതിന് തയ്യാറാകാതിരുന്നപ്പോൾ അല്ലാഹു അങ്ങനെ അവർക്ക് മുന്നിൽ കൂടുതൽ തടസ്സങ്ങൾ വലിച്ചിട്ടു എന്നതേ അതിനർത്ഥമുള്ളൂ. പിന്നീട് അവർ ഒരിക്കലും ആ വിശ്വാസത്തിലേക്ക് മടങ്ങാത്ത വണ്ണം അവർ അതിൽ അണ്ടുപോയപ്പോഴാണ് അള്ളാഹുവിൻ്റെ അത്തരത്തിലുള്ള ഒരു നടപടി വന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് അവരുടെ പിന്നിലും ഒരു തടസ്സം സൃഷ്ടിച്ചു. ആ പിന്നിലത്തെ തടസ്സത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു, ഒമിൻ ഖൽഫിഹിം സദ്ദ, അവരുടെ പിന്നിലൊരു തടസ്സമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനെ വിശദീകരിച്ചു. അതാണ് കഴിഞ്ഞകാല ചരിത്രം. അതായത് കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് അവർ നോക്കുന്നില്ല, അവർ ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് അവർക്ക് പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തടസ്സങ്ങൾ ഇട്ടു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇവിടെ അല്ലാഹു ഈ ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സാന്ത്വനം എന്നോണം മുൻകഴിഞ്ഞു പോയ ആ ചരിത്രം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ചരിത്രത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വളരിബ് ലഹും, അവർക്ക് ഉദ്ധരിച്ചു കൊടുക്കുക, മസലൻ, ഉദാഹരണം, അസ്ഹാബൽ ഖറിയ, ആ പട്ടണത്തിലെ ആളുകളുടെ ചരിത്രം. ഇത് ജാഅഹൽ മുർസലൂൻ, ആ പട്ടണത്തിലേക്ക് ദൈവദൂതന്മാർ വന്നപ്പോഴുണ്ടായ സംഭവം അവർക്ക് ഉദാഹരണമായി വിവരിച്ചു കൊടുക്കുക എന്നല്ലാഹു സൂചിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം പറയുമ്പോൾ ഒരു പട്ടണത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ആ പട്ടണത്തിൻ്റെ പേരില്ല, അതിൻ്റെ ആളുകളുടെ പേരുകളില്ല, അതുപോലെ തന്നെ തീയതിയില്ല, ഒരു ക്രോണോളജി, ഒരു ആവർത്തന ക്രമമില്ല. ഇതൊന്നുമില്ലാതെയാണ് അല്ലാഹു പല കഥകളും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ചില കഥകളിലൊക്കെ നമുക്ക് പേരുകൾ കാണാം, ചില സ്ഥലങ്ങളുടെ പേര്, ഇപ്പോൾ മിസ്ർ എന്ന പേര് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ആളുകളുടെ, പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരം ചരിത്രം പറയുമ്പോൾ ഒരുപാട് അപരിചിതരായ ആളുകളെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നു. പക്ഷേ ആ പരിചയപ്പെടുത്തുമ്പോൾ പോലും അല്ലാഹു ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ പറയപ്പെട്ട സ്ഥലമോ അവിടുത്തെ ആളുകളുടെ എണ്ണമോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ പേരുകളോ ആ തീയതികളോ അല്ല പ്രശ്നം. മറിച്ച് ഇവിടെ വിഷയമാകുന്നത് ആ ഖുർആൻ ഉദ്ധരിക്കുന്ന ചരിത്രമാണ്.
ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം. പക്ഷെ പലപ്പോഴും മനുഷ്യരുടെ ഒരു സ്വഭാവം ഇത്തരം കഥകൾ വായിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇത്തരം കഥകൾ വായിക്കുമ്പോൾ ഏതാണ് ആ പ്രദേശം നമ്മൾ ചികയാൻ പോകുന്നു. ഇപ്പോൾ നമുക്ക് ചില തഫ്സീറുകളിലൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് കാണാം, ഇത് സിറിയയിലെ അന്തോക്കിയാണ് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആൻ അത് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ച് തരേണ്ട ആളായിരുന്നു, പക്ഷെ അദ്ദേഹവും അത് വിശദീകരിച്ച് തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ സ്ഥലം പ്രധാനമല്ല, ആ തീയതി പ്രധാനമല്ല, മറിച്ച് പ്രധാനം ഈ പറഞ്ഞ സംഭവമാണ്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു 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 കൺസോളേഷൻ, ഒരു ആശ്വാസം നൽകിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ ഇന്നക ലമിനൽ മുർസലീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ആ ദൈവദൂതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞു. ഇന്നക മുർസലുൻ എന്ന് പറയുന്നതിന് പകരം ഇന്നക മിനൽ മുർസലീൻ, താങ്കൾ അയക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. അതേ പദമാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് ജാ അഹൽ മുർസലൂൻ, ആ ഗ്രാമത്തിലേക്ക്, ആ പട്ടണത്തിലേക്ക് അയക്കപ്പെട്ട, ദൈവത്തിനാൽ നിയോഗിക്കപ്പെട്ട ദൂതന്മാർ വന്നപ്പോൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ ഇവിടെ പറയണം. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ചരിത്രം അള്ളാഹു പറയുന്നത് ഈ പറഞ്ഞ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഒരു ആശ്വാസമായിക്കൊണ്ടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, അസ്ഹാബൽ ഖറിയ, പട്ടണത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ അൽ ഖറിയ എന്ന് പറഞ്ഞു. അതായത് ആ പട്ടണത്തെ ഐഡൻറ്റിഫൈ ചെയ്തു. അലിഫ്ലാം അവിടെ താരീഫിൻ്റെ അലിഫ്ലാമാണെന്നാണ് പറയുക. അതായത് ഡെഫിനിറ്റ് ആക്കുകയാണ്, ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ദി എന്ന് നമ്മൾ ഒരു ഇംഗ്ലീഷിൽ ഒരു പദത്തിൻ്റെ ഒപ്പം ചേർക്കുന്നത് പോലെയാണ് അലിഫ്ലാം ചേർത്താൽ. അപ്പോൾ ആ പട്ടണത്തെ അള്ളാഹു സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അതേസമയം ഖുറൈശികളെ കുറിച്ച് പറഞ്ഞപ്പെടുത്തി ലിതുന്ദിറ കൗമൻ, അവിടെ കൗമൻ അലിഫ്ലാം ചേർക്കാതെയാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആളുകളാണ്, നിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ വാൺ ചെയ്യാൻ വന്നു, മുന്നറിയിപ്പ് നൽകാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൗമൻ അലിഫ്ലാം ഇല്ലാതെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ അത്രത്തോളം നിസ്സാരരാണ്. പക്ഷേ ഈ ജനതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ ഖറിയ എന്ന് അലിഫ്ലാം ചേർത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതൊരു ആ പട്ടണത്തിനോടുള്ള, അല്ലെങ്കിൽ അതായത് അങ്ങനെ പട്ടണത്തെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം കൂടി വേറെയുണ്ട്. അതായത് ഇത് ജാ അഹ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ പട്ടണത്തിലേക്ക് വന്നപ്പോൾ, ശരിക്കും ആ പട്ടണത്തിലെ ആളുകളിലേക്ക് വന്നപ്പോൾ എന്നാണ് പറയേണ്ടിയിരുന്നത്? അതായത് വദറിബ് മസലൻ അസ്ഹാബൽ ഖറിയ, ഒരു പട്ടണത്തിലെ ആളുകളെക്കുറിച്ച് അള്ളാഹു ഉദാഹരണം പറയുന്നു. ഇത് ജാ അഹൽ മുർസലൂൻ എന്ന് പറയേണ്ടതിന് പകരം ശരിക്ക് പറയേണ്ടിയിരുന്നത് ഇത് ജാ അഹുമുൽ മുർസലൂൻ എന്നാണ്, അവർക്ക് ദൈവദൂതന്മാർ വന്നപ്പോൾ. പക്ഷെ അള്ളാഹു പറഞ്ഞത് ഇത് ജാ അഹ, ആ പട്ടണത്തിലേക്ക് ആളുകൾ വന്നപ്പോൾ, ദൈവദൂതന്മാർ വന്നപ്പോൾ എന്നാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹു ദൂതന്മാരെ അയക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്കല്ല, ആ വിഭാഗത്തിന് ശേഷം അവരുടെ അടുത്ത തലമുറ, പിന്നെ അതിൻ്റെ അടുത്ത തലമുറ, പിന്നെ അതിൻ്റെ അടുത്ത തലമുറ, അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദൈവദൂതന്മാരെ നിയോഗിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പട്ടണത്തെ നശിപ്പിക്കാനായിട്ടല്ല പ്രവാചകന്മാർ വരുന്നത്, മറിച്ച് ആ പട്ടണത്തിലെ ആളുകൾ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവനിഷേധത്തിലും ധിക്കാരത്തിലും ആണ്ടുപോണ്ടിരിക്കുമ്പോൾ അവരെ അവരുടെ ധിക്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവിൻ്റെ സമാധാനത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കൊണ്ടുവരിക എന്നതാണ് പ്രവാചകന്മാരുടെ ലക്ഷ്യം എന്നത് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഇത് ജാ അഹ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുകയാണ്. ആ ഒരു പിന്നെ പട്ടണത്തിലേക്കാണ് വന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ പിന്നെ അൽ മുർസലൂൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ദൈവദൂതന്മാർ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇന്നക ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കളെപ്പോലുള്ള മുർസലീങ്ങൾ മുമ്പും വന്നിട്ടുണ്ട്, ദൈവദൂതന്മാർ മുമ്പും വന്നിട്ടുണ്ട്. ആ ഒരു വിഷയം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ. പിന്നെ പറയുന്നത് ഇത് അർസൽന, നാം അയച്ചപ്പോൾ, ഇലൈഹിം അവരിലേക്ക്, ആ പട്ടണത്തിലെ ആളുകളിലേക്ക് അയച്ചപ്പോൾ, ഇസ്നൈനി രണ്ട് ദൈവദൂതന്മാരെ, ഫഖദബുഹുമ അപ്പോൾ ആ ജനം അവരെ രണ്ടുപേരെയും നിഷേധിച്ചു കളഞ്ഞു. ഫഅസ്സസ്ന അപ്പോൾ നാം അവർക്ക് പിൻബലം നൽകി, അവർക്ക് നാം ശക്തി നൽകി, ബിസാലിസിൻ മൂന്നാമതൊരാളെ കൊണ്ട് ശക്തി നൽകി. ഫഖാലു എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ നാം നിങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള ദൈവദൂതന്മാരാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയം,
ഒരു പട്ടണത്തിലേക്ക് അള്ളാഹു 3 പ്രവാചകന്മാരെ അയക്കാണ്. ആദ്യം 2 പേരെ അയച്ചു, എന്നിട്ട് ആ 3ാമത്തെ ആളെ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണഗതിയിൽ അള്ളാഹു ഒരു ഗ്രാമത്തിലേക്ക് ഒരാളെയാണ് അയക്കുക. പക്ഷേ ഇവിടെ 3 പേരെ അയച്ച ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അതായത് താങ്കളെ ഈ ജനത നിഷേധിച്ചതിൻ്റെ പേരിൽ, കളവാക്കിയതിൻ്റെ പേരിൽ താങ്കൾ വ്യസനിക്കേണ്ടതില്ല. കാരണം താങ്കൾ ഒരാളാണ്. നാം ഇതിനു മുമ്പ് ഒരു പട്ടണത്തിലേക്ക് 2 പേരെ അയച്ചു. ആ 2 പേരെയും അവർ കളവാക്കിയപ്പോൾ 3ാമതൊരാളെ അയച്ചു. ആ 3ാമതൊരാൾ അവരെ പിന്തുണക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ 2 പേരെ അയച്ച ഒരു ദൗത്യത്തേക്കാൾ അപ്പുറം 3ാമതൊരാൾ എന്തിന് അയച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അവരെ പിന്തുണക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ ആ 2 പേര് പറയാത്തൊരു സംഗതി പുതുതായിട്ട് 3ാമത്തെ ഒരാൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അസ്സസ്ന എന്ന വാക്ക് ഉപയോഗിച്ചത്. അള്ളാഹു അവരെ, അല്ലെങ്കിൽ ഞാൻ അവരെ ശക്തിപ്പെടുത്തി 3ാമതൊരാളെ കൊണ്ട്. അപ്പോൾ വേറൊരു സംഗതി ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇപ്പോൾ ഈ 3 പ്രവാചകന്മാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദ്യം ഉയരാം, ആരാണ് ഇവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ആരാണ് നിസ്കാരത്തിന് ഇമാമക്ക്, ആരാണ് ഖുത്ബ നടത്തുക, ഇങ്ങനെയൊക്കെ ഒരു സംശയം വരാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങനെ ഒരു സംഗതിയില്ല. ലീഡർ എന്ന് പറയുന്ന, അതായത് പിന്നെ സ്വാഭാവികമായിട്ടും ഒരാൾ നിൽക്കും, പക്ഷെ അങ്ങനെ ഒരാൾ മാത്രം മികച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. എല്ലാവരും കൂടി ചെയ്യേണ്ട ഒരു പണിയാണ്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ഇത് പരസ്പരം ശക്തിപ്പെടുത്തി ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്നത് വളരെ സുപ്രധാനമായ സംഗതിയാണ്. ഇതിൻ്റെ അർത്ഥം നേതൃത്വം വേണ്ട എന്നല്ല, മറിച്ച് നേതൃത്വം ഉണ്ടാവും ഒരാൾ, കാലാകാലങ്ങളിൽ അത് മാറി മാറി വരാം. പക്ഷേ അള്ളാഹുവിലേക്ക് വിളിക്കുക എന്ന ദൗത്യം പരസ്പരം ശക്തിപ്പെടുത്തി പരസ്പരം പിന്തുണയോടുകൂടി ചെയ്യേണ്ടതാണ്. ഇത് ഇന്നത്തെ സംഘടനകൾക്കും ബാധകമാണ്, പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ ബാധകമാണ്. പരസ്പരം ഏത് മേഖലയിൽ സഹകരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ സഹകരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ബാധ്യതയാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സംഗതി സൂചിപ്പിക്കാവുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നാം, ഒരു പക്ഷേ തോന്നാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുമ്പ് അങ്ങനത്തെ പട്ടണത്തിലേക്ക് 2 പേരെ അയച്ചു, പിന്നെ അവരെ ജനങ്ങൾ കളവാക്കിയപ്പോൾ 3ാമതൊരാളെ അയച്ചു, പക്ഷെ ഞാൻ ഒറ്റക്കാണല്ലോ എന്നുള്ള ഒരു സംശയം ഉണ്ടാകാം. പക്ഷെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന പദം അതിനുകൂടി പറ്റിയതാണ്. ഇപ്പം അസ്സസ്ന, നാം പിൻബലം നൽകി എന്ന് പറഞ്ഞല്ലോ, ബിസാലിസിൻ, 3ാമതൊരാളെ കൊണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പിൻബലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് നബിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു എന്ന് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് തൻസീലൽ അസീസ് റഹീം. ആ അസീസ്, അസ്സസ്ന എന്ന പദത്തിൽ നിന്നാണ് അസീസ് വന്നത്. അതായത് ആ ഒരു അതോറിറ്റിയിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ ശക്തിപ്പെടുത്തലാണ് താങ്കൾക്ക് വിശുദ്ധ ഖുർആൻ. അതായത് ഖുർആൻ ഉള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ ആ പിന്തുണ താങ്കൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു പ്രവാചകനായിട്ട് വന്ന്, ഒരു മനുഷ്യനായിട്ട് തന്നെ വന്ന് താങ്കൾക്ക് ആ പിന്തുണ കിട്ടേണ്ടതില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പിന്തുണ ഈ ഖുർആനിലൂടെ താങ്കൾക്കുണ്ട് എന്ന് ഈ വാക്കിൻ്റെ പ്രയോഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നത് ഫഅസ്സസ്ന, നാം പിന്തുണച്ചു എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് തൻസീൽ അൽ അസീസ് റഹീം, അസീസായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു അവതരണമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു അവതരിപ്പിച്ചതാണ് ആ ഖുർആൻ എന്ന് അവിടെ പറയുന്നു. പിന്നീട് ഖാലു, അപ്പോൾ ഇവർ പറഞ്ഞു, ഈ ജനത പറഞ്ഞ ഒരു സംഭവം അള്ളാഹു ഉദ്ധരിക്കുകയാണ്. അതായത് ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന, ആ ജനത, ആ പട്ടണത്തിലെ ആളുകൾ പറയണ ഖാലു, അവർ പറഞ്ഞു, മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ മാത്രമാണ്. മാ അൻതും, നിങ്ങളല്ല, ഇല്ലാ ബഷറുൻ, മനുഷ്യരല്ലാതെയല്ല, മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. വമാ അൻസലർ റഹ്മാനു മിൻ ഷൈ, പരമകാരുണികൻ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ വെറുതെ നുണ പറയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 3 പ്രവാചകന്മാരെ അയച്ചിട്ടും ആ 3 പേരെക്കുറിച്ചും ഇവർ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ മാത്രമാണ്. അപ്പോൾ സാധാരണഗതിയിൽ മനുഷ്യർക്കുള്ള ഒരു കൺസെപ്റ്റ് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതായത് മനുഷ്യർക്ക് ഇത്തരമൊരു അള്ളാഹുവിൽ നിന്നുള്ള ഒരു മെസ്സേജാണ്, ഒരു സന്ദേശമാണ് ഇത് എന്ന് പറയുമ്പോൾ ആ മെസ്സേജ് എത്ര ശക്തമാണെങ്കിൽ അത് കൊണ്ടുവരുന്ന ആളും ഒരു സൂപ്പർമാൻ ആയിരിക്കണം. ഒരു സൂപ്പർ മെസ്സേജ് ആണെങ്കിൽ ഒരു സൂപ്പർ മാൻ ആയിരിക്കണം അത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഒരു മാലാഖ ആകാശ ലോകത്തുനിന്ന് വരണം, അല്ലെങ്കിൽ അവർ കാണണം ഈ മെസ്സേജ് വരുന്നത്
ഈ സന്ദേശം അള്ളാഹുവിൽ നിന്നുള്ള ഈ സന്ദേശം വരുന്ന പോലെ പാറയൊക്കെ പൊട്ടി അതിൽ നിന്ന് ഇത് വരുന്നത് കാണണം എന്ന മനുഷ്യരുടെ ഒരു കൺസെപ്റ്റ് പറയണം. അപ്പോൾ ഇവിടെ ബഷർ എന്ന് പറഞ്ഞാൽ ശരിക്കും ബിഷർ എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. ബിഷർ എന്ന് പറഞ്ഞാൽ സ്കിൻ. അപ്പോൾ ഞങ്ങളെപ്പോലെ തൊലികളുള്ള ആളുകളാണ് നിങ്ങളും എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. അപ്പം ഇവിടെ ഈ മനുഷ്യരുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈസാ നബിയെ എന്തുകൊണ്ടാണ് ദൈവപുത്രനായിട്ട് ക്രിസ്ത്യാനികൾ അവതരിപ്പിക്കുന്നത്? കാരണം അവർ മനസ്സിലാക്കി ഈ പറഞ്ഞ ഒരു പ്രശ്നം, അള്ളാഹുവിൽ നിന്നുള്ളൊരു മെസ്സേജാണ് ഈ വരുന്നതെങ്കിൽ, സന്ദേശമാണ് ഈ വരുന്നതെങ്കിൽ, ഒന്നുകിൽ അത് ഒരു മാലാഖയായിരിക്കണം, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ പുത്രനായിട്ട് തന്നെ വരണം. അപ്പോൾ ഈ കൺസെപ്റ്റിലാണ് മനുഷ്യൻ വഴിപിഴച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ ഇവരും വാദിക്കുന്നത് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റാരുമല്ല. ഒമാ അൻസല റഹ്മാനു മിൻ ഷൈ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇതേ ചോദ്യം ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷെ ഒരു വ്യത്യാസം, യൂഹ ഇലയ്യ, എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹി കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉയരാം, എന്തിനാണ് അള്ളാഹു ഈ മെസ്സേജുമായിട്ട് ഒരു മനുഷ്യനെ അയക്കുന്നത്? ഈ മനുഷ്യന്മാർ ചോദിക്കുന്നത് പോലെ, മറ്റുള്ള ആളുകൾ ചോദിക്കുന്നത് പോലെ ഒരു സൂപ്പർമാനെയോ അല്ലെങ്കിൽ ഒരു മാലാഖയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്നുള്ള ഒരു ജീവിയെയോ അയച്ചുകൂടെ? അതിനുള്ള മറുപടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറുപടി പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നമാ അന ബശറും മിസ്ലുക്കും. അതായത് ഞാൻ അയക്കപ്പെടുന്നത് നിങ്ങൾക്ക് പിന്തുടരാൻ വേണ്ടിയാണ്. അപ്പം ഞാനൊരു മെസ്സേജ് പറയുമ്പോൾ ആ മെസ്സേജിൽ നിങ്ങൾക്ക് പിന്തുടരേണ്ട ഒരുപാട് സംഗതികളുണ്ട്. അത് നിങ്ങൾക്ക് പിന്തുടർന്ന് കാണിച്ചു തരേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അപ്പം ഞാനൊരു മനുഷ്യനായിക്കൊണ്ട് നിങ്ങളുടെ ഇടയിൽ ജീവിച്ച് അത് കാണിച്ചു തരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് പിൻപറ്റാൻ സാധിക്കുക. അല്ല, ഞാനൊരു മലക്കാണെങ്കിൽ നിങ്ങളപ്പോൾ പറയും, ഈ മലക്കിന് ഇതൊക്കെ പറ്റും, ഞങ്ങൾക്കിത് സാധിക്കില്ല എന്നൊരു സംശയം അപ്പോഴും മനുഷ്യർ ഉന്നയിക്കും. അപ്പോൾ മനുഷ്യർക്ക് പിൻപറ്റാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഈ സന്ദേശവുമായിട്ട് മനുഷ്യരെ തന്നെ അയക്കുന്നത് എന്നതാണ് അതിലെ യുക്തി. പിന്നെ അവർ പറയുന്നു ഒമാ അൻസല റഹ്മാനു മിൻ ഷൈ, പരമകാരുണികൻ ഒരു സംഗതിയും അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അർ റഹ്മാൻ, ശരിക്കും ആ അർ റഹ്മാൻ എന്ന് അവർ പറയുന്നത് ഒമാ അൻസല അള്ളാഹു അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതൊരു പരിഹാസത്തോടു കൂടി പറയാണ്. സ്വാഭാവികമായിട്ട് ഈ പ്രവാചകന്മാർ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞല്ലോ, തൻസീൽ അൽ അസീസ് റഹീം, റഹീമായ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ഒരു അവതരണമാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറയുന്നൊരു സംഗതിയാണ്, അള്ളാഹു കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ഒരു സന്ദേശമാണ് ഞങ്ങൾ പറയുന്നത്, അവൻ്റെ നിങ്ങളോടുള്ള കരുണയുടെ ഫലമാണ് ഈ മെസ്സേജ്, ഈ സന്ദേശം എന്നെല്ലാ പ്രവാചകന്മാരും പറയുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രവാചകന്മാരും അവരോട് പറഞ്ഞിട്ടുണ്ടാവും ഇത് പരമകാരുണികനായ അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ഇവർ പറയണു ഒമാ അൻസല റഹ്മാനു മിൻ ഷൈ, അങ്ങനെ ഒരു പരമകാരുണികനൊന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇന്നന്തും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ കളവ് പറയുന്നവർ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു സുപ്രധാന വിഷയമുള്ളത്, മനുഷ്യന്മാർ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് കൗമാരക്കാരായ കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കാത്തത്. ടീച്ചർമാർ, അധ്യാപകർ നമുക്ക് കാണാൻ സാധിക്കും, സ്കൂൾ ക്ലാസ്സിൽ കുട്ടികളെ അനുസരിക്കുന്നത് കാണുന്നില്ല. അതുപോലെ ഓഫീസിൽ ബോസുമാരെ നമുക്ക് ദേഷ്യമാണ്. കാരണം എന്താ? മനുഷ്യർ പലപ്പോഴും മറ്റുള്ളവർ ഞാൻ എന്ത് ചെയ്യണം എന്ന് മറ്റുള്ളവർ പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രവാചകന്മാരുടെ വിഷയത്തിൽ നല്ലൊരു ജനത നിഷേധിക്കുന്നതിൻ്റെ കാരണം അതാണ്. പ്രവാചകന്മാർ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളല്ല, മറിച്ച് എങ്ങനെ ജീവിക്കണം, എങ്ങനെ എഴുന്നേക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ജീവിതത്തിൽ ഓരോ സംഗതികൾ, എങ്ങനെ വിവാഹം കഴിക്കണം, എങ്ങനെ വിവാഹമോചനം ചെയ്യണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഇതുപോലെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലുമുള്ള നിർദ്ദേശങ്ങളാണ് പ്രവാചകന്മാർ നൽകുന്നത്. അപ്പോൾ ആ പ്രവാചക സന്ദേശത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ മനുഷ്യർ വെറുക്കുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇത്രയധികം ആളുകൾ നിഷേധിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ, പരമകാരുണികനായ ദൈവത്തിൻ്റെ സന്ദേശമാണ് ഇതെന്ന് മനസ്സിലാക്കി ആ പ്രവാചകന്മാർ പറയുന്നതല്ല അത്, മറിച്ച് അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് അതിൽ വിശ്വസിക്കുക. സ്വാഭാവികമായിട്ടും ഈ മനുഷ്യർ ഞങ്ങൾക്ക് ഇത്തരം കൽപ്പനകൾ ഇഷ്ടമല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതാണ് വാസ്തവത്തിൽ ഈ ഒരു സമൂഹത്തിൻ്റെ ഉദാഹരണത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു. ഇനിയുമുണ്ട് ഈ ഉദാഹരണത്തിൻ്റെ ഒരുപാട് ബാക്കി അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്കത് വിശദീകരിക്കാം. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.